ആ പുഴയിലോട്ട് ഇറങ്ങരുത് പിള്ളേരെ. അവിടുത്തെ വെള്ളത്തിന് ജീവനില്ല, മരണത്തിന്റെ മണമാണ്. ഗ്രാമത്തിലെ കാരണവർ നാരായണൻ നായർ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ രാഹുലും കൂട്ടുകാരും പരസ്പരം നോക്കി ചിരിച്ചു. കാടിനുള്ളിലെ പഴയ തുകൽ ഫാക്ടറിക്ക് പിന്നിലൂടെ ഒഴുകുന്ന ആ നദി അവർക്കൊരു വെല്ലുവിളിയായിരുന്നു. മീൻ പിടിക്കുക എന്നതിലുപരി വിലക്കപ്പെട്ടൊരിടത്തേക്ക് കടന്നു ചെല്ലാനുള്ള യൗവനത്തിന്റെ ചോര തിളപ്പായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവരുടെ ആവേശം പതുക്കെ കെട്ടടങ്ങി. കറുത്ത മഷിക്കുപ്പി കമിഴ്ത്തിയതുപോലുള്ള വെള്ളം, ഓളങ്ങളോ മീനുകളുടെ ഇളക്കങ്ങളോ ഇല്ലാത്ത വല്ലാത്തൊരു നിശബ്ദത. വായുവിൽ ശ്വാസം മുട്ടിക്കുന്ന അഴുകിയ മാംസത്തിന്റെ ദുർഗന്ധം പടർന്നിരുന്നു. എന്നിട്ടും വന്നത് വെറുതെയാകരുതല്ലോ എന്ന വാശിയിൽ രാഹുൽ ചൂണ്ട ആഴത്തിലേക്കെറിഞ്ഞു. ഏതാനും മിനിറ്റുകൾ. പെട്ടെന്ന് ചൂണ്ടനൂൽ വല്ലാതെ വലിഞ്ഞു. എടാ, വലിയൊരു സാധനം കുടുങ്ങിയിട്ടുണ്ട്, രാഹുൽ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. അവൻ സർവ്വശക്തിയുമെടുത്ത് അതിനെ കരയിലേക്ക് വലിച്ചിട്ടു. പക്ഷെ ആ കാഴ്ച കണ്ടതും അവരുടെ രക്തം മരവിച്ചുപോയി. അതൊരു സാധാരണ മീനായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി രാസമാലിന്യങ്ങൾ തിന്നു ജീവിച്ച് ജനിതകമാറ്റം മ്യൂട്ടേഷൻ വന്ന ഏതോ ഒരു ഭീകരജീവിയായിരുന്നു. ഒരൊറ്റ ഉടലിൽ വികൃതമായി ഒട്ടിപ്പിടിച്ച 3 തലകൾ. ഒന്നിന്റെ കണ്ണ് ചോരകെട്ടി വീർത്തിരിക്കുന്നു, രണ്ടാമത്തേതിന് അന്ധമായ വെള്ളനിറം, മൂന്നാമത്തത് വെറുമൊരു മാംസപിണ്ഡം പോലെ. പക്ഷെ ആ 3നും വായുണ്ടായിരുന്നു, അതിൽ നിരനിരയായി നിൽക്കുന്ന സൂചി പോലത്തെ പല്ലുകളും. കരയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ അത് പിടയുമ്പോൾ അതിന്റെ വികൃതമായ താടിയെല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം ആ കാട്ടിൽ മുഴങ്ങി. പെട്ടെന്നാണ് രാഹുൽ അത് ശ്രദ്ധിച്ചത്. നദിയിലെ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നു. 100 കണക്കിന് കുമിളകൾ പൊങ്ങിവരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചതും വെള്ളത്തിൽ നിന്ന് മിന്നൽ വേഗത്തിൽ എന്തോ ഒന്ന് ചാടി അവന്റെ കണങ്കാലിൽ ആഞ്ഞു കടിച്ചു. ആ! രാഹുൽ അലറിപ്പോയി. അവന്റെ കാലിലെ മാംസം പറിച്ചെടുത്തുകൊണ്ട് ആ ജീവി വെള്ളത്തിലേക്ക് തന്നെ തിരികെ വീണു. ചോരയുടെ മണം വെള്ളത്തിൽ കലർന്നതോടെ ആ ശാന്തമായ നദി ഒരു കൊലക്കളമായി മാറി. കരയിലേക്ക് പോലും ചാടിക്കയറാൻ ശ്രമിക്കുന്ന വിശപ്പടക്കാനാവാത്ത ഡസൻ കണക്കിന് പിരാഞ്ഞികൾ. ഓടുടാ! കൂട്ടുകാർ രാഹുലിനെയും വലിച്ചിഴച്ച് അടുത്തുള്ള പഴയ കാവൽപുരലിലേക്ക് ഓടിക്കയറി. വാതിൽ വലിച്ചടച്ച് അവർ കിതച്ചുനിന്നു. രാഹുലിന്റെ കാലിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. പുറത്ത് ഭയപ്പെടുത്തുന്ന നിശബ്ദത. പെട്ടെന്ന് വാതിലിന്റെ ചുവട്ടിലെ വിടവിലൂടെ ചോര കലർന്ന വെള്ളം അകത്തേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി. പുറത്ത് വല്ലാത്തൊരു ഉരസൽ ശബ്ദം, മാംസം മണ്ണിൽ ഇഴയുന്നതുപോലെ. അവ വാതിലിന് പുറത്ത് കാത്തുനിൽക്കുകയാണ്. അവ സംസാരിക്കുന്നില്ല, പക്ഷേ ആ വികൃതരൂപങ്ങളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ക്ലിക് ക്ലിക് ശബ്ദം ആ രാത്രിയുടെ ഭീകരതയെ കീറിമുറിച്ചു. പിറ്റേന്ന് രാവിലെ രാഹുലിനെയും കൂട്ടുകാരെയും തിരഞ്ഞെത്തിയ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് തകർന്നുകിടക്കുന്ന കാവൽപുരയുടെ വാതിലാണ്. അകത്താരുമുണ്ടായിരുന്നില്ല. നിലത്തുണങ്ങിപ്പിടിച്ച ചോരപ്പാടുകളും കുറച്ച് അസ്ഥിക്കഷണങ്ങളും മാത്രം. നദിക്കരയിലെ ചെളിയിൽ നിന്നും വനംപാലകർക്ക് രാഹുലിന്റെ പകുതി തകർന്ന ക്യാമറ കിട്ടി. അതിലെ അവസാന ചിത്രത്തിൽ മങ്ങിയ വെളിച്ചത്തിൽ തെളിഞ്ഞു കണ്ടത് അവരെ തേടി കരയിലേക്കിഴഞ്ഞു കയറുന്ന 3 തലകളുള്ള ആ വികൃതരൂപത്തിന്റെ നിഴലായിരുന്നു. രാസമാലിന്യം ആ നദിയെ കൊന്നതല്ല, മറിച്ച് വിശപ്പിന് അവസാനമില്ലാത്ത പുതിയൊരു കൊലയാളിയെ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു.